ആരാ ചെയ്തത്? അവന്റെ പേര് സാഗർ അങ്കിൾ, ബിസിനസ്സുകാരൻ രാജശേഖരൻ മുതലാളിയുടെ മോനാ. എന്താടാ എന്റെ മുഖം കണ്ടപ്പോഴത്തേക്കും നിന്റെ കസേര എന്താടാ ആടുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആകാൻ ഇത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതല്ല, സിംഹാസനമായത്. ചോദിക്കാതെ പറയാതെ അകത്ത് കയറിയത് വലിയ തെറ്റ്. പുറത്തു പോടാ. ഇങ്ങോട്ട് നോക്ക്. നിന്റെ മകൻ എന്റെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണ രീതിയിൽ തല്ലി. 1 മണിക്കൂർ സമയം തരാം. നിന്റെ മകനോട് എന്റെ മകനോട് ഒന്ന് മര്യാദക്ക് മാപ്പ് പറയാൻ പറയണം. അപ്പനെ പോലെ തന്നെയാടാ മകനും. നീ ചെയ്ത തെറ്റിനാണ് നീ ജയിലിൽ പോയത്. ഇപ്പൊ എന്റെ മകനെ തൊട്ടതുകൊണ്ട് നിന്റെ മകൻ ഹോസ്പിറ്റലിലായി. രാജശേഖരമൂർത്തി, അപ്പനെയും മകനെയും ജീവനോടെ വിടത്തില്ല ഞാൻ. നിനക്ക് പോലീസും പൊളിറ്റിക്കൽ പവറും ഉണ്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ നീ? എന്നെങ്കിലും ഒരു ദിവസം ആ പവർ എന്റെ കാൽ കീഴിൽ വന്നിരിക്കും. നിന്നെ പോലൊരു ലോ ക്ലാസിനെ അടിക്കുന്നതിന് എന്തിനാടാ ഇത്ര വലിയ പവർ? എന്റെ മകൻ ഒരുത്തം മതി. ഇത്രയും അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെയും നിന്റെ കുടുംബവും നിന്റെ മകനും എന്റെ കാൽ കീഴിൽ വന്നില്ലെങ്കിൽ എന്റെ പേര് സമ്പത്ത് നല്ലടാ. എന്റെ കുടുംബത്തിന് മേലെ കൈവെക്കാൻ ശ്രമിച്ചാൽ, എന്റെ വീടിന്റെ 7 അയലോക്കത്ത് വന്നാൽ അരിഞ്ഞു വീഴ്ത്തും ഞാൻ. പോടാ ഇവിടുന്ന്, ഇറങ്ങി പോടാ എന്റെ ഓഫീസിൽ നിന്ന്. ഔട്ട്. ഇപ്പൊ ഞാൻ പോവാടാ. പക്ഷേ നീ ഒരേ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വംശം നാശമായി പോവും. അത് ഞാനായിരിക്കും ചെയ്യുന്നത്. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? എന്റെ അമ്മാവ, എന്താ പ്രശ്നം? ആ പെണ്ണ് വരില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. എന്നിട്ട് നീ ഇവരെ എല്ലാം കൂട്ടി ഇങ്ങനെ എയർപോർട്ടിലേക്ക് വന്നത് ശരിയാ? അവള് വരില്ല എന്ന് അമ്മാവനോട് ഞാൻ പറഞ്ഞു. അപ്പൊ കാജല് വരൂന്നാ നീ പറയുന്നേ? ആർക്കറിയാം അമ്മാവ. വെയിറ്റ് ആൻഡ് സീ. ബ്രിട്ടീഷ് എയർ വിമാനം സുരക്ഷിതമായി കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. എല്ലാ യാത്രക്കാർക്കും കൊച്ചിയിലേക്ക് സ്വാഗതം. എടാ സാഗർ, അവളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതാ ഡാഡി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെ മോനെ? കാജലിനെ കാണുന്നില്ലല്ലോ. നീ കൃത്യമായി പറഞ്ഞായിരുന്നു അവളോട്? അത് അമ്മയുടെ മുന്നിൽ വെച്ചല്ലേ ഞാൻ സംസാരിച്ചേ. ഫോൺ വിളിച്ച് ചോദിക്കുക അവൾ എവിടാ ഉള്ളതെന്ന്. ശരി. എന്റെ അമ്മോ, ഇവന്റെ ഒക്കെ അഭിനയം കണ്ടോ? എന്തൊക്കെയാവോ എന്റെ ദൈവമേ. ഹേയ് കാജൽ, നിന്റെ വരവും പ്രതീക്ഷിച്ച എന്റെ അച്ഛനും അമ്മയും എല്ലാം എയർപോർട്ടിൽ കാത്തു നിൽക്കുക. വേർ ആർ യു ഡാർലിംഗ്? Bloody idiot scoundrel. What Kajal? Bloody scoundrel. Sorry. Idiot. No problem. You take care, all right? Bye. Sorry, Dad. കാജലിന്റെ അച്ഛൻ ആക്സിഡന്റ് ആയെന്നാ പറഞ്ഞു. Oh my God. He is very serious. പാവ എയർപോർട്ട് വരെ വന്നിട്ട് തിരിച്ചു പോയെന്നാ പറഞ്ഞത്. അവള് പിന്നീട് വിളിക്കാന്നാ പറഞ്ഞേ. So sad. എന്ത് ചെയ്യും ഇനി? അതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാ? അത് അവൾക്ക് നമ്മളോട് ഫോൺ ചെയ്ത് പറയായിരുന്നില്ലേ? എന്നൊക്കെ പറഞ്ഞ എങ്ങനെ അമ്മായി? ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ പോലീസ്, ഹോസ്പിറ്റല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പാവം എല്ലാം തനിച്ച ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സഹായമായിരുന്നു. എന്തൊക്കെ കഥയാ നീ പറഞ്ഞു കൂട്ടുന്നേ? ഇവനെങ്ങാനും എഴുതാൻ തുടങ്ങിയ ഷേക്സ്പിയർ പോലും ചിലപ്പോ തോറ്റുപോകും. വാ നമുക്ക് പോകാം. എക്സ്ക്യൂസ് മീ. ഹായ് സാഗർ.
ഹായ് ക്യൂട്ടി പൈസ്. സീരിയസ് കാര്യത്തിന് തമാശ പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് കാജൽ, വെൽക്കം ടു ഇന്ത്യ. താങ്ക് യു അങ്കിൾ. ആ താങ്ക് യു. എന്താ മോളെ ലേറ്റ് ആയി? സെക്യൂരിറ്റി ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു വരണ്ടേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? നോ നോ നോട്ട് അറ്റ് ഓൾ. എന്നാ ശരി. സുഖാണോടാ? എനിക്കൊരു കുഴപ്പമില്ല. മുത്തശ്ശി സുഖാണോ? ഞാൻ സാഗറിന്റെ അപ്പച്ചിയുടെ മകളാ. എനിക്കറിയാലോ. യോ പ്രിയങ്ക, ഇത് രാധ ആന്റി, ഇത് ഗൗരമ്മ മുത്തശ്ശി, ഇത് നിങ്ങളുടെ മാമൻ മൂർത്തി അങ്കിൾ, ലക്ഷ്മി ആന്റി, ലളിത ആന്റി, മോഹൻ അങ്കിൾ, പിന്നെ ഇത് സുരേഷ് അങ്കിൾ, ആൻഡ് ഫൈനലി ചന്ദ്രചേട്ടൻ. Am I right? ഞങ്ങളുടെ ജാതകമൊക്കെ നിന്റെ തന്നു, ഞങ്ങൾ അറിയാതെ അല്ലേ? എന്താ മോളെ, അച്ഛനും അമ്മയും കൂടെ വന്നില്ലേ? എനിക്ക് അച്ഛനും അമ്മ ഇല്ല അങ്കിൾ. എന്തേ സാഗർ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് അല്ല ഡാഡി, അത് അവള് വന്ന് പറയുമ്പോ ഒരു സർപ്രൈസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചതാ. തമാശ കാണിക്കാ? ഇതൊക്കെയാണോടെ സർപ്രൈസ്? എന്റെ പൊന്നുമോള് വിഷമിക്കണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. സാരമില്ല ആന്റി, എനിക്കൊരു സങ്കടമില്ല. സാഗറിന്റെ ക്യാരക്ടർ എനിക്കറിയാലോ. എന്നാ ശരി, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. You know how it is all that. Excuse me. Hi Sagar. What's up? കേൾക്കുന്നുണ്ടോടാ? വാട്സാപ്പ് ഐ ആം ഗോണ ബി ഞാനിപ്പോ തൂങ്ങിച്ചാകാൻ ഒരു കയർ അന്വേഷിച്ചോണ്ടിരിക്കുക. Are you kidding me? ഏതോ ഒരു കാജലിന്റെ ഫോട്ടോ നീ എനിക്ക് അയച്ചു തന്നായിരുന്നല്ലോ. അവൾ ഇനി ഇന്ത്യയിലേക്ക് വരത്തേയില്ല എന്നൊക്കെ പറഞ്ഞു. നിന്റെ വാക്ക് കേട്ട് വീട്ടുകാരെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇതിനിടയ്ക്ക് ഇവൾ ഇവിടെ വന്ന് ലാൻഡ് ആയിരിക്കുന്നത്. എന്ത് കാജൽ അവിടേക്ക് വന്നെന്നോ? Impossible. വന്നത് മാത്രമല്ല, ബാഗ് എടുത്ത് വെച്ച് വലതുകാല് വെച്ച് വീടിനകത്ത് കയറി ഡാൻസ് കളിച്ച് എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക അവള്. I think something is really wrong. നിക്ക് ഞാൻ എൻക്വയറി ചെയ്തിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ ബൈ. കഴിക്കുമോളെ? മതി ആന്റി, എല്ലാരും ഇങ്ങനെ ഓരോന്നോരോന്ന് തന്ന എന്റെ വയറ് ഓൾറെഡി നിറഞ്ഞിരിക്കുക. ഓസ്ട്രേലിയയിൽ ഇതൊക്കെ എവിടുന്നാ കിട്ടുക മോളെ? നാണിക്കാതെ വാങ്ങിച്ച് കഴിച്ചോ? അമ്മൂമ്മേ, ആപ്പിൾ ഉണ്ടാകുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അവിടെ കിട്ടില്ല ഇത്. നീ കാണാൻ സുന്ദരിയല്ലേ മോളെ? ഈ ചിരി മാത്രം മതി. ചെറുക്കന്മാര് ക്യൂ നിൽക്കും നിന്റെ പിറകെ. അല്ല മോളെ കാജൽ, നീ വിദേശത്ത് ജനിച്ച് പഠിച്ച് വളർന്നവളാണ്. അങ്ങനെയുള്ളപ്പോ സാഗർ തന്നെ എന്നെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് എന്തിനാണ് അവന്റെ കാല് പിടിച്ച് നടന്നത് മോളെ? ഞാനോ? ആരാ പറഞ്ഞ അവന്റെ കാലം കഴിഞ്ഞ് ഞാൻ പിടിച്ചെന്ന്? അവനോ? എന്തൊരു കള്ളമായി പറഞ്ഞേക്കുന്നേ? അവനെ ഞാൻ സ്നേഹിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തെന്നറിയാവോ നിങ്ങക്ക്? വീക്കെൻഡ് നൈറ്റ് ഞാൻ ഇന്നോ ലേറ്റ്. വീക്കെൻഡ് നൈറ്റ് ഞാൻ ഇന്നോ ലേറ്റ്. മുത്തത്തിൽ ഞാൻ അങ്കലേട്ടായി. ഓൺ ദ വേ ടു ഹൗസ് എല്ലാരും വന്നേ. എല്ലാവർക്കും വേണോ വേഗത്തിൽ വായോ. കണ്ടാലോ ഇന്നു ഷോക്കാകും. നീ വന്നാലോ ഒന്ന് നിന്നാലോ. കൊച്ചു വർത്താനം ഞാൻ പറഞ്ഞിട്ട് നാം ഒരുമിച്ച് കറങ്ങിടുവാൻ. ആന്റി എൻ കൂടെ വന്നോ. കണ്ടാലോ കഷ്ടം. ഞാനൊന്ന് നിന്നെ കിക്കൊന്നു ചെയ്തേ. അവിടുള്ള പെണ്ണുങ്ങൾ ഭയന്നോടി. അവിടെ ഇടി, ഇവിടെ ഇടി, മൂക്കിനൊരിടി, മൊത്തത്തിൽ അങ്ങ് ഫ്ലാറ്റായി. പിന്നീടുള്ള അവസ്ഥ ശീല ഞാൻ വന്നേ. ശീല ഞാൻ വന്നേ. അയ്യോ മുഖമൊന്ന് കാണാൻ. ഞാൻ നിന്നെ കാണാൻ വന്നിടാ. നീ വന്നു നിന്നാൽ എൻ കൂടെ കൂട്ടായി. തന്നിടം ഞാനിൻ വർണ്ണങ്ങൾ. പിന്നെയും നീ വന്നാൽ നൽകിടാം ബ്രേക്ക്. ഇങ്ങോട്ട് വന്നാൽ ബ്ലോക്ക് ആകും.
എന്റെ കൺമുൻപില് ഒരു ചെറുക്കന്റെ ലൈഫ് തകർന്നു കിടക്കുന്ന കണ്ടപ്പോ സ്നേഹിക്കാന്ന് കരുതി.